SMS വഴി കുട്ടികളുടെ കഴിവ് നിർണ്ണയിക്കുന്ന റിയാലിറ്റി ഷോകൾ പല ചാനലുകളിലും വരുന്നുണ്ട്. ഇതിനെ ദാസേട്ടൻ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അല്ല, എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടുള്ള അഭിപ്രായം കൊണ്ട് ചിലപ്പോൾ തെറ്റായി ധരിക്കുന്നവരുണ്ടാവാം. ഇത് ദോഷമാണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വിധി നിർണ്ണയിക്കേണ്ടത് അവിടെ ഇരിക്കുന്ന ജഡ്ജസ്. ഇപ്പം ഞങ്ങളുടെയൊക്കെ കാലത്ത് ഈ മ്യൂസിക് അക്കാഡമിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് പോലും കോമ്പറ്റീഷനൊന്നും അയക്കാറേ ഇല്ല. വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു ഫാദറും അതുപോലെ തന്നെ. പിന്നെ വളരെ റെയറായിട്ടുള്ള സ്ഥലത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു പ്രൈസിന് വേണ്ടിയുള്ള ഉദ്ദേശമല്ല, പ്രൈസല്ല ആവശ്യം, അറിവാണ് കൂടുതൽ ആവശ്യം. ആ അറിവാണ് നമ്മുടെ പ്രൈസ്. അത് അറിയുക എന്നുള്ളത് ഞാനും വർദ്ധിപ്പിക്കുമ്പോഴേ അറിവ് വരുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ജനങ്ങൾ തീരുമാനിക്കുന്നതെന്ന് പറഞ്ഞാൽ ആ ജനങ്ങൾക്ക് അല്ലെങ്കിൽ ജഡ്ജസിന് അത്രയ്ക്ക് അതുപോലത്തെ ഒരു കഴിവുണ്ടായിരിക്കണം. പിന്നെ ഇത് ലോട്ട് ഓഫ് കമ്പൽഷൻ. അതുകൊണ്ട് പല വിധത്തിലും അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒരു നല്ല പാടിയൊരു കുട്ടിയെ തന്നെ ഇല്ലാണ്ടാക്കാൻ പറ്റും ജഡ്ജസിന്. ആത്മാർത്ഥതയില്ലാത്ത, സത്യമില്ലാത്ത, ധർമ്മമില്ലാത്ത, അതല്ല മുഖം നോക്കാതെ തൻ്റെ പുത്രനെ ആയാലും ശരി തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ, ഞാനതിനൊരു ഉദാഹരണം പറയാം. സുജാത ഇന്ന് വളരെ ഫേമസ് സിംഗറാണല്ലേ. സുജാതയും അന്ന് എറണാകുളത്ത് വേറൊരു കുട്ടി ഈക്വലായിട്ട് രണ്ടുപേരും പാടുന്ന കൊച്ചു കുട്ടികളുടെ ജഡ്ജ്മെൻറ്റ് നടക്കുക. അതിന് ഞാനാണ് ജഡ്ജായിട്ടിരുന്നത്. സുജാത പാടിയതും ആ കുട്ടി പാടിയതും വെച്ച് നോക്കുമ്പോൾ രണ്ടും തുല്യമായിട്ട് ഏകദേശം വന്നു. പക്ഷേ അവിടെ ജഡ്ജ്മെൻറ്റിൽ എന്താണെന്ന് വെച്ചാൽ സുജാതയ്ക്ക് പെട്ടെന്ന് എന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു ഇത് വന്നിട്ട് അവളൊരു ബ്രേക്ക് വന്നുപോയി നാച്ചുറലായിട്ടെന്ന് പറഞ്ഞാൽ അത് അവൾ ഉദ്ദേശിച്ചില്ല. പെട്ടെന്ന് എന്തോ ഒരു ഇക്കിള് പോലെ വന്നിട്ട് അതൊരു സ്പോട്ട് ഇതായിരുന്നു. ഇത്രയും ഫേമസ് ആയ സുജാതയ്ക്ക് ആ പ്രൈസ് കൊടുക്കാതെ ഞാൻ മറ്റു കുട്ടിക്കാണ് കൊടുത്തത്. കാരണം എന്താണെന്ന് വെച്ചാൽ പെർഫെക്റ്റായിട്ട് രണ്ടും തുലനം ചെയ്ത് നോക്കുമ്പോൾ ചെയ്ത കാര്യത്തിൽ അവിടെ അന്ന് സുജാതയെന്ന് എനിക്കറിയില്ല. കലാഭവൻ്റെ അന്നത്തെ ആദ്യത്തെ കോമ്പറ്റീഷനുള്ള ജഡ്ജായിട്ട് ഇരിക്കേണ്ടി വന്നുപോയി. അപ്പോൾ അതിനുശേഷം നമുക്ക് തന്നെ ഒരു വല്ലാത്തൊരു വിഷമമായി. കാരണം അപ്പോൾ ആ കുട്ടിക്കതൊരു അനുഗ്രഹമായി. കാരണം മനസ്സിൽ ദണ്ണം വന്ന് കാണും. ദണ്ണം വന്ന് ഇനി പരിശ്രമിക്കണം, ഞാനത് ഇല്ലാണ്ടാക്കാൻ നോക്കണം. അതങ്ങനെ വരുന്നത് നല്ലതാണ്. പക്ഷേ ഇതെന്താണ് കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോൾ ഒരുപാട് ദുഃഖങ്ങളും ഒരുപാട് പ്രശ്നങ്ങളും വരുന്നുണ്ട്. അതല്ല, അതിനേക്കാളും നല്ലത് ഞാൻ പഠിക്കുക, നന്നായിട്ട് പഠിച്ച് നമ്മുടെ കഴിവ് കാണിച്ചു കൊടുത്തിട്ട് ജനങ്ങൾ പറയണം.